ഹലോ നമസ്കാരം, സായി ആർട്സിൽ നിന്ന് സുമൻ കുമാറാണ്. ഇന്ന് നമ്മൾ വ്യത്യസ്തമായൊരു മോഷൻ ഗ്രാഫിക്സ് അനിമേഷനാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഫസ്റ്റ് ഞാൻ കാണിക്കാം. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള മോഷൻ ഗ്രാഫിക്സ് അനിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആഫ്റ്റർ എഫക്ട്സിലേക്ക് വരുന്നു. ആഫ്റ്റർ എഫക്ട്സിൽ വന്നതിന് ശേഷം പഴയതുപോലെ പ്രോജക്റ്റ് വിൻഡോയിൽ വന്നതിന് ശേഷം ഇമ്പോർട്ട് ഫയൽസ്, അതിൽ ഞാൻ ട്രീ എന്നാണ് ഫയലിന് പേര് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് അത് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇമ്പോർട്ട് കൈൻഡ് കോമ്പോസിഷനാണ് കിടക്കുന്നത്. കോമ്പോസിഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സെപ്പറേറ്റ് ലെയറായിട്ടുള്ള ഓപ്ഷനായിട്ട് നമുക്ക് കോമ്പോസിഷൻ വഴി കിട്ടും. അതുപോലെ ഫൂട്ടേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മെർജ് ലെയർ ആവും. എന്നുവെച്ചാൽ ഒറ്റ ഒരു ലെയർ ഫയലായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് ചൂസ് ലെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 by 1 ലെയറായിട്ട് നമുക്ക് ഓരോന്നും ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് അന്നേരം അലൈൻമെൻറ്റ് നമുക്ക് ഓരോന്നും അറേഞ്ച് ചെയ്യണം. പക്ഷേ അതിനെ കിട്ടുന്നത് കോമ്പോസിഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായി നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ സെറ്റ് ചെയ്തേക്കുന്ന എങ്ങനെയാണോ അതേപോലെ നമുക്ക് കിട്ടും. കോമ്പോസിഷൻ കൊടുക്കുന്ന സമയത്ത് ഫൂട്ടേജ് ഡയമെൻഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലെയർ സൈസ്, ഡോക്യുമെൻറ്റ് സൈസ്. ലെയർ സൈസ് എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന ഒബ്ജക്റ്റ്, ഇപ്പോൾ നമ്മൾ ഇല്ലുസ്ട്രേറ്ററിലെ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇല്ലുസ്ട്രേറ്റ് എടുക്കുകയാണെങ്കിൽ ഇതൊരു ലെയർ സൈസാണ്, കണ്ടോ, ഇത്രയും മാത്രമേ സെലക്ഷനുള്ളൂ. ഇതും എടുക്കുകയാണെങ്കിൽ ഇത്ര മാത്രമേ സെലക്ഷനുള്ളൂ. അപ്പോൾ അതാത് സെലക്ഷൻ മാത്രം കിട്ടാൻ വേണ്ടിയാണ് നമ്മളെന്ത് ഉപയോഗിക്കുന്നത്, ലെയർ സൈസ് കൊടുക്കുന്നത്. ഡോക്യുമെൻറ്റ് സൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ആർട്ട് ബോർഡ് എത്രയാണോ, ഇപ്പോൾ ഞാനിത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്കറിയില്ല, ആഫ്റ്റർ എഫക്ട്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ആർട്ട് ബോർഡ് എത്രയാണോ ഈ ഒരു സെലക്ഷൻ പോലെ ആയിരിക്കും കിടക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഈ ഒബ്ജക്റ്റ് കാണും, ബാക്കിയെല്ലാം ട്രാൻസ്പെറൻറ്റ് പോലെ നമുക്ക് കിടക്കും. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ലെയർ സൈസ് വേണം കൊടുക്കാനായിട്ട്. അതിന് ശേഷം ഓക്കെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ആ ഒരു കോമ്പോസിഷൻ ഫയൽ അവിടെ പ്രോജക്റ്റ് വിൻഡോയിൽ വന്നു. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കോമ്പോസിഷൻ ഓപ്പണായി കിട്ടും. ഓപ്പണായി കിട്ടുമ്പോൾ നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ കണ്ട അതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തൊട്ട് മുകളിൽ ആ ഒരു ഒബ്ജക്റ്റ് എല്ലാം കണ്ടോ, ഫ്രീ പീക്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു ഇല്ലുസ്ട്രേറ്റർ ഫയലാണ്. നമുക്കിതിനെ സെപ്പറേറ്റ് ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില ഒബ്ജക്റ്റുകൾ മാത്രമേ ആയിരിക്കും ലെയറായിട്ട്, ബാക്കിയെല്ലാം ചിലപ്പം കണക്ട് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അതിനെ സെപ്പറേറ്റ് ലെയറാക്കി മാറ്റി ഓരോന്നും ഓരോ ലെയറായിട്ട് മാറ്റണം. അതിനുശേഷം അത് ഈ ഇല്ലുസ്ട്രേറ്റർ ഫയലായിട്ട് സേവ് ചെയ്തിട്ട് ആഫ്റ്റർ എഫക്ട്സിലേക്ക് ഇമ്പോർട്ട് ചെയ്താൽ മതി. നമുക്ക് ചെറിയ അനിമേഷൻസ്, മോഷൻ ഗ്രാഫിക്സ് അനിമേഷൻസൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നു പറഞ്ഞാൽ ഇതിനകത്ത് ഫസ്റ്റ് ഒരു മാസ്കിങ് മീൻസ് ഒരു ആൽഫ മാറ്റ് അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി ലെയറുകളെല്ലാം അൺസെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ടൂളിൽ പോയിട്ട് റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫിൽ കളർ നമുക്ക് വേണ്ട ഏത് കളറാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ നമുക്കത് ഫിൽ ലെയർ അവിടെ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ആ ലെയറൊന്ന് ഹൈഡ് ചെയ്തിട്ട് ടൂൾസിൽ പോയിട്ട് എലിപ്സ് ടൂൾ എടുക്കുക. ജസ്റ്റ് നമ്മുടെ ആ ഷേപ്പ് എങ്ങനെയാണോ അത് വരച്ചു കൊടുക്കുക. സ്പേസ് പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് മൂവ് ചെയ്താൽ മതി. മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കുക. ഓക്കെ 2 ലെയറും ആയിട്ടുണ്ട്. ഇനി ഈ ലെയറിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഞാൻ വേറെ ഏതെങ്കിലും കളർ കൊടുക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കളർ കൊടുക്കുന്നു. സോളിഡ് ആയിട്ടുള്ള കളർ കൊടുത്തതിന് ശേഷം നമ്മുടെ 2 ലെയറും ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഷേപ്പ് ലെയർ 2 ഷേപ്പ് ലെയർ കണ്ടല്ലോ. ഓക്കെ, ഇതിൽ വന്നതിന് ശേഷം നമ്മുടെ ഷേപ്പ് ലെയർ 1 സെലക്ട് ചെയ്തിട്ട് ഇവിടെ മാറ്റ് അറിയാലോ, മാറ്റ് ഓപ്ഷനിൽ വന്നിട്ട് ആൽഫ ഇൻവേർട്ടഡ് മാറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കവിടെ എന്താ ചെറിയൊരു ഹോൾ പോലെ നമുക്ക് ആൽഫ മാറ്റ് ഇൻവേർട്ടഡ് മാറ്റ് അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള അനിമേഷൻസ് എല്ലാം ചെയ്യാം. ഈ ലെയർ 2 ഞാൻ ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അനിമേഷൻസൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ലെയറിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഞാൻ ആദ്യം ലെയറിനെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ഇവിടെ 6ാമത്തെ ലെയർ നമ്മുടെ തൊട്ട് താഴെ കിടക്കുകയാണ്. അത് ജസ്റ്റ് മുകളിലേക്ക് ഇടുന്നു. ഓക്കെ, 3, 17, 4ാമത്തെ ലെയർ തൊട്ട് മുകളിൽ വരണം. ഇതെല്ലാം ഇതിൻ്റെ ബാക്കിൽ കിടക്കുന്ന ലെയറുകളാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ അറേഞ്ച് ചെയ്യുന്നത്. നമുക്കത് ചില വർക്കുകൾ എടുക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും. അപ്പം ഇല്ലുസ്ട്രേറ്ററിൽ നമ്മൾ ലെയറുകൾ ഇട്ടേക്കുന്നത് ചിലപ്പം
നമ്മൾ അതിലെ വർക്കിനനുസരിച്ചായിരിക്കും നമുക്ക് ആഫ്റ്റർ എഫക്ട്സിലേക്ക് അനിമേഷൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ നമ്മൾ ലെയറിനെ ഒന്ന് അറേഞ്ച് ചെയ്യുക. 17, 21, 15 ബാക്കിയെല്ലാം ഒരുവിധം ഓക്കെയാണ്. ഷാഡോ എല്ലാം കറക്റ്റായിട്ട് വന്ന് കിടപ്പുണ്ട്. ഇനി നമുക്ക് 5ാമത്തെ ലെയർ ഏതാന്ന് നോക്കാം. ഓക്കെ, തൊട്ട് താഴത്തെ ലെയറാണ്. ഇതൊരു വീടിൻ്റെ ലെയറും ഉണ്ട്. ഓക്കെ, ആദ്യം ലെയർ 6 സെലക്ട് ചെയ്തിട്ട് പാരൻ്റ് ചെയ്യണം. പാരൻറ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ 2ാമത്തെ ട്യൂട്ടോറിയലിനകത്ത് പാരൻറ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതെങ്ങനെ പാരൻറ്റ് ചെയ്യണമെന്നുള്ളത് വ്യക്തമായിട്ടൊരു 2ാമത്തെ ട്യൂട്ടോറിയൽ പറയുന്നുണ്ട്. അപ്പം ഇവിടെ വന്ന് ലെയർ 6 എടുത്തതിന് ശേഷം നൺ മാറ്റി ലെയർ 5 കൊടുക്കുക. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലെയർ 5 എടുത്തതിന് ശേഷം പൊസിഷൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഇനി ഇവിടെ വന്നതിന് ശേഷം ഞാൻ പൊസിഷന് കീ കൊടുക്കുന്നു. ആ ടൂഗിൾ കീ കുറച്ച് മുന്നോട്ട് മൂവ് ചെയ്ത് വെച്ചു. ഞാൻ താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നമുക്ക് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് അനിമേഷൻ ഇങ്ങനെയാണ്. അപ്പോൾ വളരെ സ്ലോയിൽ വരുന്നു. നമ്മൾ കീ ഫ്രെയിം എല്ലാം സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കീ ഫ്രെയിം അസിസ്റ്റൻ്റ് ഈസ് കൊടുക്കുന്നു, ഷോർട്ട് കട്ട് F9. ഇനി ഗ്രാഫിൽ പോയതിന് ശേഷം ജസ്റ്റ് ഗ്രാഫ് ക്ലിക്ക് ചെയ്യുക. രണ്ടും സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് സ്പീഡിൽ നിന്നും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ അനിമേഷൻ സ്മൂത്തായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഈ 2 ലെയറും വർക്ക് കഴിഞ്ഞെന്നറിയാൻ വേണ്ടി ഞാൻ ലേബൽ കളർ ചേഞ്ച് ചെയ്യുന്നു. ഈ 2 ലെയറും സെലക്ട് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് വന്നിട്ട് ലേബൽ കളർ എന്തെങ്കിലും ജസ്റ്റ് ലാവൻഡർ പീച്ചോ ഞാൻ പർപ്പിൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആയെന്നറിയാൻ വേണ്ടി ഞാനത് ആ കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി തൊട്ട് താഴത്തെ ലെയർ എന്ന് പറയുന്നത് മേഘമാണ്. നമ്മുടെ ആകാശത്തെ മേഘം. അതിന് തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ഷാഡോ കിടപ്പുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റുന്നില്ല. ആ ലെയർ 3 എന്ന് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ മൈന്യൂട്ടായിട്ട് സൂം ചെയ്ത് കാണിക്കാം. അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ലെയർ 4 ആണ് ആ ഒരു ഷാഡോ എന്ന് പറയുന്നത്. അത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ബ്ലെൻഡിങ് മോഡ് എന്ത് കൊടുക്കുക, മൾട്ടിപ്ലൈ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഷാഡോ നല്ല ഡീറ്റെയിൽ ആയിട്ട് കിട്ടി. ഈ ബ്ലെൻഡിങ് മോഡ് ചിലവർക്ക് ആക്റ്റീവ് അല്ലായിരിക്കും. അത് ജസ്റ്റ് ഏറ്റവും താഴെ കണ്ടോ, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് അറിയാൻ പറ്റും. 2ാമത്തെ ഓപ്ഷൻ എക്സ്പാൻഡ് ഓർ കൊളാപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഫസ്റ്റ് ടിക്ക് ചെയ്യുകയാണെങ്കിൽ നോർമൽ ഇത് മാത്രമേ കാണത്തുള്ളൂ. കണ്ടോ, ആദ്യം കിടക്കുന്ന 3D ഒബ്ജക്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യത്തില്ല. 2ാമത്തെ ഒബ്ജക്റ്റ് ഇവിടെ ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞ ബ്ലെൻഡിങ് മോഡിൻ്റെ ഓപ്ഷനോട് കിട്ടും. 3ാമത്തെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ XYZ, അതിൻ്റെ സ്കെയിൽ വാല്യൂ, അതിൻ്റെ സ്ട്രെച്ച് ചെയ്യാനുള്ള ടൈം അതെല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമുക്കിത് 2 മാത്രം മതി. അപ്പോൾ ബ്ലെൻഡിങ് മോഡ് ഞാൻ മൾട്ടിപ്ലൈ കൊടുത്തു. ഇനി ലെയർ 3 എടുക്കുന്നു. എടുത്തതിന് ശേഷം ഇവിടെയും നമുക്ക് പാരൻറ്റിംഗ് ഉണ്ട്. ഇവിടെ ലെയർ 4-നകത്ത് വന്നതിന് ശേഷം ഇവിടെ നൺ മാറ്റി ലെയർ 3 ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പൊസിഷൻ എടുക്കുമ്പോൾ നോക്കി അറിയാൻ പറ്റും. ഇതാണ്ടാ ആ ഒരു ഷാഡോവും നമ്മുടെ ആ ഒരു മേഘത്തോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പൊസിഷൻ ജസ്റ്റ് കുറച്ച് മുന്നോട്ട് വയ്ക്കാം. കീ കൊടുക്കുന്നു, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് T പ്രസ് ചെയ്യുക, ഒപ്പാസിറ്റി 0 എടുക്കുക. അപ്പോൾ നമ്മുടെ ഷാഡോയ്ക്കും അതേപോലെ തന്നെ T പ്രസ് ചെയ്യുക, ഒപ്പാസിറ്റി കീ കൊടുക്കുക, 0 ആക്കുക. ഇനി കുറച്ച് മുന്നോട്ട് ഒരു ഫ്രെയിമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒപ്പാസിറ്റി 100 ആക്കുക. ഇവിടെയും ഷാഡോയുടെ ഒപ്പാസിറ്റി 100 ആക്കുക. ഒരു പൊസിഷൻ കുറച്ച് മുന്നോട്ട് വെച്ചതിന് ശേഷം ടൈം ലൈൻ കുറച്ച് മുന്നോട്ട് വെച്ചതിന് ശേഷം നമ്മുടെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, പുറത്തോട്ട് പോകുന്നതായിട്ട് അനിമേഷൻ ചെയ്തു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് മേഘം ഒപ്പാസിറ്റി കുറഞ്ഞില്ല. മേഘത്തിന് കീ അവിടെ അപ്ലൈ ചെയ്യില്ല. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്ത ഫ്രെയിം. ഓക്കെ, സ്റ്റാർട്ട് ഫ്രെയിം 0. ഓക്കെ, നമുക്ക് വർക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രാഫ് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് F9 പ്രസ് ചെയ്യുക. ഓക്കെ, വളരെ സ്മൂത്തായിട്ട് അനിമേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്.
ഓക്കെ. ഇനി നമുക്ക് ആ 2 ലെയറും നമുക്ക് ഈ പറഞ്ഞ പോലെ ലേബൽ അപ്ലൈ ചെയ്യാം. പർപ്പിൾ ആക്കി തന്നെ പോകാം, നമുക്ക് ഒരേ കളറിൽ തന്നെ പോകാം. അപ്പോൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, 2 ലെയറും കഴിഞ്ഞു. ഇനി ലെയർ 17ാമത്തെ ലെയറിലേക്ക് വരുന്നു. നമുക്ക് കിട്ടുന്നത് വെച്ച് വൈറ്റ് ബബിൾസ് പോലെ അല്ലേ. അതിനകത്ത് നമ്മൾ ആനിമേഷൻ ജസ്റ്റ് ബ്ലിങ്ക് ചെയ്യണം. അതിന് വേണ്ടി ജസ്റ്റ് ഞാൻ ഒപ്പാസിറ്റി എടുത്തിട്ട് സെലക്ട് ചെയ്യുക. നമ്മുടെ ആനിമേഷനിൽ ആഡ് എക്സ്പ്രഷൻ കൊടുക്കുക. അവിടെ വിഗിൾ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ അപ്ലൈ ചെയ്യുക. ഞാനൊരു 20,55 50 കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് നമ്മൾക്ക് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും നമുക്ക്. അപ്പോൾ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ ലെയറും കഴിഞ്ഞു. അത് നമുക്ക് ലേബൽ കളർ പർപ്പിൾ കൊടുക്കാം. ഇനി അടുത്ത ലെയർ 21 അപ്പോൾ 21ാമത്തെ ലെയർ എന്ന് പറയുന്നത് ഞാനത് കുറച്ച് ഇങ്ങോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. ഇവിടെ ജസ്റ്റ് ഫിറ്റ് സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വിശാലതയോടെ നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, ലെയർ 21 ഇതാണ്. ലെയർ 21 സെലക്ട് ചെയ്യുമ്പോൾ അതിന് മൾട്ടിപ്ലൈ കൊടുക്കുക. അതൊരു ഷാഡോ ലെയറാണ്, മൾട്ടിപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇവിടെ എഡ്ജൊക്കെ ഒന്ന് ജസ്റ്റ് അറിയാൻ പറ്റും. കണ്ടോ, 4 സൈഡും ഒന്ന് കറക്റ്റ് ഒരു ഷാഡോ ഡെപ്ത്ത് ഫീൽ ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. ഇനി ലെയർ 15 വന്നതിന് ശേഷം ഏതിലേറെ നോക്കുക. ഓക്കെ, നമ്മുടെ ക്രിസ്മസ് അപ്പൂവൻ പോകുന്ന ആ ഒരു ലെയറാണ്. അതിനകത്ത് നമുക്ക് ആനിമേഷൻ നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ പൊസിഷൻ എടുക്കുക. ജസ്റ്റ് സ്റ്റാർട്ട് ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് പുറത്തിവിടെ കൊണ്ടുവയ്ക്കുന്നു. പൊസിഷൻ കീ കൊടുക്കുന്നു. ടൈമിലൊരു 10 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് 10-9 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് അനിമേഷൻ ഇങ്ങനെ മൂവ് ചെയ്യണം. പക്ഷേ അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇതിനൊരു ഷാഡോയുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഒന്ന് അൺഡു ചെയ്യാണ്. ഓക്കെ, നമ്മൾ നോർമലി ഇരുന്നണക്കോലെ തന്നെ കൊണ്ടുവച്ചതിന് ശേഷം ഷാഡോ ഏതാണ്, 16ാമത്തെ ലെയറാണ്. അപ്പോൾ അത് അറിയണമെങ്കിൽ മൾട്ടിപ്ലൈ കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും. ജസ്റ്റ് ആദ്യം മൾട്ടിപ്ലൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഷാഡോ അറിയാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി ആദ്യം ഈ ഷാഡോ ഇത് ഇതുമായിട്ട് എന്ത് ചെയ്യണം, പാരൻ്റ് ചെയ്യണം. നമ്മൾ ലെയർ 16 സെലക്ട് ചെയ്തതിന് ശേഷം 15ാമത്തെ ലെയർ പാരൻ്റ് ചെയ്യുക. അപ്പം പൊസിഷൻ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 15ാമത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് പുറത്തേട്ട് വയ്ക്കുന്നു. കീ കൊടുക്കുന്നു. ഒരു 8-9 ആകുമ്പോഴത്തേക്ക് ഈ ലെയറിനെ പിടിച്ച് മൂവ് ഇപ്പുറത്തോട്ട് വയ്ക്കുന്നു. നമ്മൾ അനിമേഷൻ നോക്കാം. ഓക്കെ, ഇനി ഈ 2 ലെയറും കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, F9 കൊടുക്കാം. അപ്പം ആ ആനിമേഷൻ ഒന്ന് സ്മൂത്തായിട്ട് വർക്ക് ചെയ്തോളൂ. ഓക്കെ, ആനിമേഷൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിന് പുറത്തോട്ട് പോയി. അപ്പോൾ കുറച്ചും കൂടെ പുറത്തേക്ക് തള്ളാം. ആ ലെയർ ഫ്രെയിമിൽ കൊണ്ട് വെച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ 21ഉം 15ാമത്തെ ലെയറിൻ്റെ വർക്കും കഴിഞ്ഞു. പർപ്പിൾസ് കളർ കൊടുത്തു. ഇനി നമുക്കുള്ളത് 16ാമത്തെ ലെയറാണ്. 16ാമത്തെ ലെയറിനകത്ത് വന്നിട്ട് 16ാമത്തെ ലെയറും കംപ്ലീറ്റ് അത് മൾട്ടിപ്പിൾ ആയിരുന്നു. നമ്മൾ എന്താണ് അപ്പൂപ്പൻ ക്രിസ്മസ് അപ്പൂപ്പന് കളർ കൊടുത്ത ഷാഡോയുടെ കളർ കൊടുത്ത ലെയറായിരുന്നു. അത് ജസ്റ്റ് പർപ്പിളാക്കുന്നു. അടുത്ത ലെയർ 10ാമത്തെ ലെയർ, തൊട്ട് മുകളിലത്തെ ആ ലെയറാണ്. അപ്പോൾ ആ 10ാമത്തെ ലെയറിനകത്ത് നമുക്ക് പാരൻറ്റിങ് കൊടുക്കണം. 10ാമത്തെ ലെയറിനകത്ത് പാരൻറ്റിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 11ാമത്തെ ലെയറിനകത്ത് ഇവിടെ ഒരു 10ാമത്തെ ലെയർ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ഔട്ട്ലൈൻ ഉണ്ട്. അപ്പോൾ അത് ഇതുമായിട്ട് പാരൻ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് 11ാമത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് 10ാമത്തെ ലെയറായിട്ട് പാരൻ്റ് ചെയ്യുന്നു. അപ്പോൾ അത് പൊസിഷൻ പിടിക്കുമ്പോഴത്തേക്ക് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ നമുക്ക് വേണ്ടത് സ്കെയിലാണ് അനിമേഷൻ ചെയ്യുന്നത്. അപ്പോൾ സ്കെയിൽ അനിമേഷൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സ്കെയിൽ ആദ്യം കീ കൊടുക്കുന്നു. 100 അത് നോർമലി നിർത്തിക്കൊണ്ട് കീ കുറച്ച് മുന്നോട്ടും മാറ്റി വയ്ക്കുന്നു. അതിനുശേഷം ഇവിടെ ഇതിനെ സ്കെയിൽ ചെയ്ത് കുറച്ച് മുന്നോട്ട് വയ്ക്കുന്നു. ശ്രദ്ധിക്കുക, ഇതിന് തൊട്ട് താഴെ നമുക്കൊരു ഷാഡോ ലെയറുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് വിട്ടുപോയതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വിട്ടുപോകരുത്. അപ്പോൾ അത് ഇതേപോലെ ഡൗട്ട് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് പറയുന്നത്. അപ്പോൾ ആ ഷാഡോ ലെയർ അല്ലേ, ഷാഡോ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഷാഡോ ലെയർ എന്ന് പറയുന്നത് 12ാമത്തെ ലെയറാണ്. അപ്പോൾ ആ ലെയർ സെലക്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ആ ലെയർ ഏതുമായിട്ട് പാരൻ്റ് ചെയ്യണം, 10ാമത്തെ ലെയറുമായിട്ട് പാരൻറ്റിങ് കൊടുക്കണം.
എങ്കിൽ മാത്രമേ നമ്മൾ കൂടെ വർക്ക് ചെയ്യത്തുള്ളൂ. കണ്ടോ, ഷാഡോയും വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് ഇത് സ്കെയിൽ ഒന്ന് കുറച്ച് മൂവ് ചെയ്ത് കൊടുക്കാം. ഇനി ടൈം ലൈൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, F9 പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അനിമേഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആ കീസ് കുറച്ചുകൂടെ മുന്നോട്ട്. ഓക്കെ, ഒന്ന് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അനിമേഷൻ വളരെ സ്ലോയിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ 12 ലെയർ വരെ കഴിഞ്ഞിട്ടുണ്ട്. ആ ലെയറും നമ്മൾ ജസ്റ്റ് ഒരേ കളർ ആവുന്നതുകൊണ്ട് മാറ്റുന്നു, ഓറഞ്ച് കളറിലേക്ക് ഒന്ന് മാറ്റുന്നു. ഓക്കെ, ഇനി 13ാമത്തെ ലെയർ വരുമ്പോഴത്തേക്ക് ഇതാണ്, ഈ ലെയറാണ്. നമുക്ക് 14ാമത്തെ ലെയർ നോക്കാം. ഓക്കെ, ആദ്യം 12ാമത്തെ ലെയർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് മൾട്ടിപ്ലൈ ആക്കുക. അതാക്കിയിട്ടുണ്ട്, സോറി 12 അല്ലല്ലോ, 13ാമത്തെ ലെയർ. 13ാമത്തെ ലെയറിന് നമുക്ക് മൾട്ടിപ്ലൈ ആക്കേണ്ടത് 18ാമത്തെ ലെയറാണ്. അതിൻ്റെ ഷാഡോ ആയിട്ട് കിടക്കുന്നതാണ്. ഓക്കെ, ആദ്യം അത് മൾട്ടിപ്ലൈ ആക്കുക. മൾട്ടിപ്ലൈ ആക്കിയതിന് ശേഷം അതിൻ്റെ പാരൻറ്റിങ് എന്ന് പറയുന്നത് 13ാമത്തെ ലെയർ താണ്ടിയത്. അപ്പോൾ അതിന് ജസ്റ്റ് ഞാൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഗ്രീൻ കളർ, 18ാമത്തെ ലേബൽ എടുത്തിട്ട് ഗ്രീൻ. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഈ ലെയറുകൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പാരൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് സ്കെയിൽ അനിമേഷൻ വർക്ക് ചെയ്യാം. ജസ്റ്റ് സ്കെയിൽ കീ കൊടുക്കുക, സ്റ്റാർട്ട് ഫ്രെയിം ഒന്ന് സ്കെയിൽ ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും കൂടെ ലെയർ സെലക്ട് ചെയ്തിട്ട് F9 ഗ്രാഫ് കുറച്ച് മുന്നിട്ട് വെച്ചതിന് ശേഷം ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റേ ലെയർ എന്നാലും ആ ലെയർ കുറച്ചും കൂടെ അനിമേഷനായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി അടുത്ത ലെയർ ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന 15ാമത്തെ ലെയറും 19ാമത്തെ ലെയറാണ്. 19ാമത്തെ ലെയർ എന്ത് ചെയ്യണം, ഷാഡോയാണ്. അത് മൾട്ടിപ്ലൈ ആദ്യം കൊടുക്കുക. കൊടുത്തതിന് ശേഷം 19ാമത്തെ ലെയർ ഏതുമായിട്ട് പാരൻ്റ് ആവണം, 14ാമത്തെ ലെയറായിട്ട്. അത് ജസ്റ്റ് അവിടെ ഒരു ചെറിയൊരു പാരൻ്റ് പിക്ക് ടൂളുണ്ട്, അതെടുത്ത് 14ലേക്ക് പിടിച്ച് ഡ്രാഗ് ചെയ്തിട്ടാലും മതിയാവും. അതിന് ശേഷം ഇതിൻ്റെ സ്കെയിലും എടുത്തതിന് ശേഷം കീ കൊടുക്കുക, കുറച്ച് മുന്നോട്ട് വെച്ചിട്ട് ടൈം ലൈൻ ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. അവിടെ പൊസിഷനും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യണം. പൊസിഷൻ കീ കൊടുത്തിട്ട് ലാസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് ഇത് കുറച്ച് ഹൈറ്റിലേക്ക്. ഓക്കെ, നമുക്ക് അനിമേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ജസ്റ്റ് 2 ലെയറും സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ലെയറും കംപ്ലീറ്റ് ആയി. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ 18ാമത്തെ ലെയറാണ്. സോറി 18അല്ലല്ലോ, അതെല്ലാം കഴിഞ്ഞല്ലോ. 7ാമത്തെ ലെയർ. 7ാമത്തെ ലെയർ എന്ന് പറയുന്നത് തൊട്ട് ബാക്കിലത്തെ ആ ഒരു ട്രീയുടെ ലെയറാണ്. 8ാമത്തെ ലെയർ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ കൊടുക്കാനുള്ള ലെയറാണ്, ഷാഡോ ആണ്. അത് കൊടുത്തതിന് ശേഷം 8ാമത്തെ ലെയർ പാരൻ്റ് ചെയ്യണം 7ഉമായിട്ട്. അതിന് ജസ്റ്റ് കണ്ട് ഈ പിക്ക് ടൂൾ എടുത്ത് 7ലേക്ക് ഡ്രാഗ് ചെയ്തിട്ടാലും മതി. അപ്പോൾ ഇനി ഇവിടെ സ്കെയിൽ ടൂൾ എടുക്കുക, പൊസിഷനും എടുക്കുക. ആദ്യം സ്കെയിൽ ടൂൾ പൊസിഷനും കീ കൊടുക്കുന്നു. ടൈം ലൈൻ കുറച്ച് മുന്നോട്ട് വെച്ചതിന് ശേഷം സ്കെയിൽ ചെയ്യുന്നു, പൊസിഷൻ താഴോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. F9 സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നു. ഓക്കെ, ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് മുന്നോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക, തിരിച്ച് മുറിച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ടൈമിങ് ഓക്കെ, ആ ആനിമേഷനും സെറ്റായി. ഇപ്പോൾ 20ാമത്തെ ലെയർ എന്ന് പറയുന്നത് ഒരു ഷാഡോ ആണ്, അതും മൾട്ടിപ്ലൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഡെപ്ത്ത് കറക്റ്റായിട്ട് കിട്ടി. ഇനി 9ാമത്തെ ലെയർ ബാക്കിലെ ഒബ്ജക്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതിനകത്തൊരു ടെക്സ്റ്റ് വരാനുണ്ട്. ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ഞാൻ നേരത്തെ ചെയ്ത ആ ഫയലിൽ കിടപ്പുണ്ട്. ജസ്റ്റ് ഞാൻ അതിൽ നിന്ന് കോപ്പി ചെയ്ത് പുറത്തേക്ക് ഇടുകയാണ്. ഓക്കെ, പേസ്റ്റ്. അത് ഡ്രാഗ് ചെയ്ത് ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് കൊണ്ടിടുന്നു. അപ്പം മേരി ക്രിസ്മസ് എന്ന ടെക്സ്റ്റാണ്. അത് സ്കെയിൽ ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ കളർ ബ്ലാക്കാണ്. നമുക്ക് പെട്ടെന്ന് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, FX ജനറേറ്റിനകത്ത് ഫില്ല് കൊടുക്കുക.
ജസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. വൈറ്റ് കൊടുക്കുന്നു. വൈറ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ ലെയർ ആ ഒരു ക്രിസ്മസ് ഇത് പോയതിന് ശേഷം ഇത് വർക്ക് ചെയ്യണം. അവിടെ ഒപ്പാസിറ്റി എടുക്കുക, കീ കൊടുക്കുക 0, കുറച്ച് മുന്നോട്ട് വന്നതിന് ശേഷം 100 കൊടുക്കുക. അപ്പോൾ നമ്മുടെ അനിമേഷൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, കുറച്ചുകൂടെ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യുക. F9 കൊടുക്കുക. എന്നാൽ ആ ക്രിസ്മസ് പൂവിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് തെളിഞ്ഞു വരണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സ്നോ അപ്ലൈ ചെയ്യാം. അതിനുവേണ്ടി ലെയറിനകത്ത് ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുക്കുക. എടുത്തതിന് ശേഷം FXൽ സിമുലേഷനകത്ത് പോയിട്ട് CC സ്നോഫാൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ സൈസ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ആ ലെയർ നമ്മുടെ മാസ്ക് ചെയ്ത ലെയറിനകത്തേക്ക് ഇടുക. എന്ന് പറഞ്ഞാൽ ആൽഫ മാറ്റ കൊടുത്തില്ല, അതിനകത്തിടുക. ഇട്ടാൽ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പുറത്തിട്ടേക്കുന്ന ലെയറിന് മുകളിലൂടെ ആ ഒരു എഫക്റ്റ് വർക്ക് ചെയ്യും. അപ്പോൾ അതിനകത്തേക്ക് അത് പോയി. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ വൈൻഡ് സ്പീഡ് വൈൻഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ അനിമേഷൻസ് വർക്കായിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇതിൻ്റെ ടൈം ലൈൻ അതിൻ്റെ വർക്ക് ഏരിയ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന എവിടെയാണ് അനിമേഷൻ ഉള്ളത് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രിം കോംപ് ടു വർക്ക് ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും കട്ടായിട്ട് അങ്ങ് പോകും. നമുക്ക് ആവശ്യമുള്ള വർക്ക് ഏരിയ മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ അനിമേഷൻ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അനിമേഷനാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ചാനലുണ്ട്, അതുവഴി നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുവഴി ടെലിഗ്രാം ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള പ്ലഗിൻസുകൾ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ക്ലാസ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനിയും മറ്റൊരു ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.